എല്ലാം യെസ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ പവർ ഉണ്ടോ ഒരു നോ എന്ന് പറയണതിന് എന്ന് ചിന്തിക്കുകയാണോ? യെസ്, ദർ ഇസ് പവർ ഇൻ സേയിങ് നോ. വാട്ട്സ് എ പവർ ഓഫ് സേയിങ് നോ? നോ പറയാൻ ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങൾക്കും നമ്മൾക്ക്, അല്ലേ? എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? നമ്മൾ വിചാരിക്കുന്നു നമ്മളൊരു സ്റ്റോപ്പ് അല്ലെങ്കിൽ നോ എന്ന് പറയുമ്പോൾ ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്കായി എന്നുള്ളത്. അതുമല്ലെങ്കിൽ നമ്മൾ നോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കംഫർട്ട് സ്പേസ് അവിടെ കുറയാന്ന് വിചാരിക്കുന്നു. അതുപോലെ നോ എന്ന വേർഡിന് മാജിക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് മാജിക്? റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള മാജിക്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെ പുറത്തിറക്കാനുള്ള ഒരു മാജിക് ഉണ്ടെന്ന് നമ്മളുടെ പ്രീ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള മൈൻഡ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ബട്ട് പവർ ഓഫ് സേയിങ് നോ എന്ന് പറയുമ്പോൾ അത് ഒരു സെൽഫ് കെയറിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. ഇതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. നമ്മളൊരാളൊരു ഫംഗ്ഷന് വിളിച്ചു, പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ബട്ട് സംടൈംസ് ദർ ഇസ് നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ലേൺ ടു സേ നോ വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് ദ റീസൺ ആൻഡ് വാല്യൂ യുവർ ടൈം. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അപ്പുറത്തുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് തീരെ ബുദ്ധിമുട്ടായിരിക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്നും തലയിൽ കയറുന്നുണ്ടാവില്ല. സോ വാട്ട് വി ആർ ഡൂയിങ്, വി ആർ വേസ്റ്റിംഗ് അവർ ഓൺ ടൈം. സോ വെൻ യു ആർ സേയിങ് നോ, ലേൺ ടു സേ വിത്തൗട്ട് എക്സ്പ്ലെയിനിങ്. അത്രയും നമ്മളെ പറയുന്ന എക്സ്പ്ലനേഷൻ മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് പറയാം. ഓക്കെ, ഇയാൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ അയാളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒട്ടും മനസ്സിലാക്കാത്ത ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുകയാണ് കേട്ടോ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പഠിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഫോൺ ഒന്ന് ബെല്ലടിച്ചു, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി. നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി. അപ്പോൾ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ്റെ പിന്നാലെ പോയി, ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പോയി, പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പോയി. അങ്ങനെ ഒരൊറ്റ സാധനം നോക്കാമെന്ന് വിചാരിച്ചത് മൈൻഡ് ഒരു പ്രാവശ്യം നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് അവിടെ സേവ് ചെയ്യായിരുന്നു. അപ്പോൾ സേയിങ് നോ എന്ന് പറയുന്ന ഒരു സെൽഫ് കെയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ പല സമയത്തും ഒരു മെഡിറ്റേഷൻ ചെയ്യാനോ പുസ്തകം വായിക്കാനോ ഒക്കെ ചില സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കും. ഒരു അരമണിക്കൂർ, 10 മിനിറ്റ്, 15 മിനിറ്റ്, ഇതൊക്കെ. പക്ഷെ നമ്മൾ വേറെ ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കും. ആ ഒരു ഫിലിം വന്നിട്ടുണ്ട് പുതിയത്, അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ പുസ്തകം വായിക്കാം, അങ്ങനെ. അപ്പോൾ വാട്ട് ഈസ് ദ റിയൽ പ്രയോറിറ്റി? നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ സെൽഫ് കെയറിന് ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അവിടെ നോ പറയേണ്ടത് നമ്മുടെ ആവശ്യമില്ലാണ്ട് നമ്മൾ കംഫർട്ട് സോണിലാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതിനാണ് നമ്മൾ നോ പറയേണ്ടത്. പിന്നെ ചില ആളുകളുണ്ട് നമ്മളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവരുടെ വർത്തമാനമാവട്ടെ, അവരുടെ ടെക്സ്റ്റ് മെസ്സേജ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ക്രിയേറ്റ് സോ മച്ച് ഇറിറ്റേഷൻ ഇൻ അവർ ലൈഫ്. അപ്പോൾ നമ്മുടെ വർക്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ കയോസ് ആയിരിക്കും അവരുടെ അടുത്ത് ഒരു നോ പറയേണ്ടത് നമ്മൾ മടിച്ചു നിൽക്കുമ്പോൾ. അപ്പോൾ ആ സ്ഥലത്തും നമ്മൾ നോ പറയണം. ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ ടൈം. നമ്മൾ നമ്മുടെ സമയത്തിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് യു ഹാവ്. നമ്മുടെ കയ്യിൽ ഒരു സ്വത്തും സമ്പാദ്യവും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ സമയം തന്നെയാണ്. ആസ്ക് യുവർ സെൽഫ്, ഇസ് ഇറ്റ് നെസസറി? ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നെസസറി ആണോ, കാര്യം ആവശ്യമുള്ളതാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ സേ നോ പൊളൈറ്റ്ലി. ചില കാര്യങ്ങൾ യെസ് ആയിരിക്കാം, ചിലത് നോ ആയിരിക്കാം. നോ പറയണതിന് നമ്മൾക്ക് കുറച്ച് പൊളൈറ്റായിട്ട് ഒരു സാൻഡ്വിച്ച് മെത്തേഡ് എന്നുള്ള പോലെ, അതായത് നമ്മളൊന്ന് ഒരു സുഖിക്കണ പോലത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയണം, നമ്മളൊരു പാർട്ടിക്ക് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയണത് ഐ റിയലി അപ്രീഷിയേറ്റ് യു. ഞാൻ നിങ്ങളെ പാർട്ടിക്കൊക്കെ വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഈ സമയത്ത് എനിക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എന്ന്. ഫസ്റ്റ് ഒരു നോ പറഞ്ഞിട്ട് അയാളെ പെട്ടെന്നൊന്ന് ഇതാക്കാണ്ട് നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. ഫസ്റ്റ് ഒന്ന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് പറഞ്ഞിട്ട് പിന്നെ നോ പറയാം. പെട്ടെന്ന് ഒരു നോ പറയുമ്പോഴാണല്ലോ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമോ എന്നുള്ള പേടി അങ്ങനത്തെയൊക്കെ വരുന്നത്. അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ മനസ്സിനടുത്ത് ചില കാര്യങ്ങൾ നോ പറയാം. നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, നമുക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ മനസ്സിനോട് അത് നോ പറയാം. പിന്നെ ചില സമയത്ത് നമ്മൾ ചില ആളുകൾക്ക് ധാരാളം ഹെൽപ്പ് ചെയ്യും, അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഹെൽപ്പൊക്കെ ചെയ്യും. നമ്മൾ എന്താ, നമ്മുടെ സമയമാണ് അവിടെ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചിലപ്പം അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാവാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ടൈം ഉപയോഗിച്ചിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഹെൽപ്പ് ആവണമെന്നില്ല.
എന്നിട്ടും ആ ഹെൽപ്പിനെ അയാൾ മിസ്യൂസ് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഡോണ്ട് അപ്രീഷിയേറ്റ് ആ ഒരു കാര്യത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യരുത്. അത് മിസ്യൂസ് ചെയ്തു എന്ന് കണ്ടാൽ അവിടെ നമ്മൾ നോ പറയാം. അവിടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവോ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. ഗീവ് ഇമ്പോർട്ടൻസ് ടു യുവർ ടൈം. അത് മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് മോസ്റ്റ് ആയിട്ട് അസറ്റായിട്ട് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ പവർ ഓഫ് സേയിങ് നോ എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല കേട്ടോ. ഞാനും ഇത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ നോ എന്ന് പറയണത്. ഞാൻ ഓൾവേസ് യെസ്, ഡോണ്ട് തിങ്ക് ഓൾവേസ് നൈസ് ടു എവ്രി വൺ ക്രിയേറ്റ്സ് ഒരു ഫേവറബിൾ ഔട്ട്കം ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരാളുടെ അടുത്ത് എപ്പോഴും നൈസ് ആയിരിക്കുമ്പോൾ അയാൾ നമ്മളെ ഓൾവേസ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണ്ട. അയാൾ ആ ടൈം ബീങ്ങിന് നമ്മളുടെ ആ ഒരു നമ്മളുടെ സമയം, നമ്മുടെ പൈസ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വാട്ട് എവർ ഇറ്റ് ഈസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പറയേണ്ടടുത്ത് പറയണ പോലെ നോ പറഞ്ഞിരിക്കണം. ഹൂഎവർ ഇറ്റ് ഈസ്, ആര് തന്നെ ആയാലും. അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾക്ക് തന്നെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ പവർ ഓഫ് സേയിങ് നോ എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല, അത് ലേൺ ചെയ്തെടുക്കേണ്ട ഒരു ബിഹേവിയർ തന്നെയാണ്. സ്റ്റാൻഡിങ് ഫേം ഇൻ യുവർ ഡിസിഷൻ, ബീങ് ഏബിൾ ടു എക്സ്പ്രസ് യുവർ സെൽഫ് ക്യാൻ ബി സോ റിവാർഡിങ്. നമ്മൾ നമ്മുടെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാം. പിന്നെ അത് നമുക്ക് തന്നെ ഒരു റിവാർഡിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. മറ്റുള്ളവർ പറയണതിനെല്ലാം യെസ്, ദിസ് ഇസ് ഓവറോൾ ദർ ഇസ് എവറിഥിങ് ഈസ് റൈറ്റ്, വാട്ട് എവർ യു ആർ ടെലിങ് ഇസ് കറക്റ്റ്. ഹൂഎവർ ഇറ്റ് ഈസ്, നമ്മളുടെ ആര് തന്നെയായാലും നമ്മൾ പറയണതൊക്കെ യെസ് 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 എന്ന് മൂളി കേൾക്കുന്ന, അല്ലെങ്കിൽ പറയണതെല്ലാം അവർ പറയണതെല്ലാം കറക്റ്റാണ് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് വാട്ട് ഈസ് റിയലി കറക്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെരുമാറിക്കഴിഞ്ഞാൽ it will save your energy, it will protect your time, it will create healthy boundaries, and it will create healthy relationship. വെരി ട്രൂ ആണ് കേട്ടോ. അപ്പം ഇന്ന് തൊട്ട് നോ പറയാൻ അറിയാത്ത ആളാണെങ്കിൽ നോ പറയാനായിട്ട് ശീലിക്കുക. അത് ഹാർഷായ രീതിയിലല്ല, നല്ല വേയിൽ തന്നെ. ഇനി നോ പറയാനായിട്ട് ബുദ്ധിമുട്ട് തീരെ അനുഭവിക്കുന്ന ആളാണെങ്കിൽ ആ നോ പറയുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ എനിക്കുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, അതുപോലെ തന്നെ ആ നോ കൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ റിലേഷൻഷിപ്പിൽ നന്നായിരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കാം. നമ്മൾ നമ്മുടെ സമയം എടുത്ത് ഒരാൾക്കൊരു ഉപകാരം ചെയ്തു, അയാൾ അത് മോശമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ സഹായം ചെയ്യണേറ്റ് മുമ്പ് തന്നെ ഒരു നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെ ഒഴിവാക്കായിരുന്നു എന്ന് ചിന്തിക്കില്ലേ? അപ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് ആർട്ട് ഓഫ് സേയിങ് നോ. ഇറ്റ്സ് റിയലി പവർഫുൾ ടെക്നിക്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.